ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു, അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ്. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. വേറെ ഒന്നുമല്ല, ഈ കള്ളത്തിനു മേൽ കള്ളം പറഞ്ഞ് ഈ കള്ളമാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കത്തില്ലേ, ആ ഒരു ടീമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി അല്ലാത്ത രേണു സുധി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വന്തം സഹോദരിയുമായിട്ട് വന്നിരുന്നു. അതിലെന്താ കടന്ന് മെഴുകിയത്, ഞാൻ ബിഗ് ബോസിൽ പോയി, ഞാൻ എയർപോർട്ടിലാണ്, ഞാൻ ഫ്ലൈറ്റ് കയറി എന്നൊക്കെ നാട്ടുകാർ കള്ളം പറഞ്ഞെന്നുള്ള രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട്, ജനങ്ങളെ മണ്ടബുദ്ധികളാക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുവരെ ഉൾപ്പെടെ കൂത്തിപ്പോക്കി അടിച്ച് കീറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ, ഇങ്ങനെ നാട്ടുകാരെടുത്ത് കള്ളം പറയാതെ ഇപ്പം തൊണ്ടയൊന്നും ഇറങ്ങത്തില്ല. ആ അവസ്ഥയിലാണ് നമ്മുടെ രേണു സുധി. കൊള്ളാം, ബിഗ് ബോസിലൊക്കെ എത്തിയിട്ടുണ്ട്, അവസാനം അങ്ങും എത്തി സുഹൃത്തുക്കളെ. പിന്നെ വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കാനുണ്ട്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എവിടെയാണോന്ന് വെച്ചാൽ അവിടെ പോകത്തുള്ളൂ. ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പഴഞ്ചൊല്ല് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ അവസാനം അവിടെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ പോയി ആദ്യത്തെ ദിവസം തന്നെ അടിയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിനറിയാം. ഇന്ന് 7 മണിക്ക് പരിപാടി തുടങ്ങും. അതിൽ കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതായത് ഇൻട്രോ കാര്യങ്ങൾ, അവരെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടി കാണത്തില്ല. നാളെ മുതൽ ലൈവ് ഇങ്ങനെ തുടർന്ന് വെക്കൊണ്ടിരിക്കും. പിന്നെ കാണാൻ ചരിത്രങ്ങളൊക്കെ, തനി കുടങ്ങളൊക്കെ എന്തൊക്കെയായാലും എടുക്കൂടെ. പിന്നെ PR ടീം നമ്മുടെ ഏറ്റെടുത്തിട്ടുള്ള പ്രമുഖ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, കഴിഞ്ഞ സീസണിലെ വിന്നറൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് PR ഒക്കെ ഏറ്റെടുത്ത് കുളം തോണ്ടി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെ ലെവലിൽ പോകുന്ന അറിയാം. പിന്നെ നല്ലപോലെ പഠിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് പോയിട്ടുള്ളത്. പക്ഷെ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും തനിക്കുണം കുറച്ച് ദിവസം, ഒരാഴ്ച മാക്സിമം അതിൻ്റെ അകത്ത് തന്നെ പൊട്ടും. പിന്നെ ഒട്ടുമിക്ക കണ്ടസ്റ്റന്റുകളും നേരെ ഫോക്കസ് ചെയ്യുന്ന ഇവളെ ആയിരിക്കും. ഇവളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പോസിറ്റീവാണ്. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ സാധനത്തിനെയൊക്കെ എന്തിനവിടെ എടുത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും എനിക്കത് പിടികിട്ടിയിട്ടില്ല. എന്ത് ക്വാളിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. വെറും നെഗറ്റീവ് റീച്ച് വെച്ചിട്ട്, നെഗറ്റീവ് പബ്ലിസിറ്റി അത് വെച്ചിട്ട് TRP അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും മോഹൻലാൽ, ലാലേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു, അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ്. ആരാടാ ജപ്പാനിൽ ഇത്രയും ഗതിയിട്ടവൻ കിടക്കുന്നത്? ജപ്പാനിലുള്ള ആരാ? അങ്ങനെയൊക്കെ ചുമ്മാ തള്ളിവിട്ടത് ലാലേട്ട. അല്ലാതെ ജപ്പാനിലുള്ളവന്റെ തലയ്ക്കോളല്ലേ ഇവളെയൊക്കെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്വേഷിക്കാൻ മറ്റേ മദർ തെരേസ അല്ലേ? പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ചരിത്രത്തിലോട്ട് പോകരുത്, കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. ചരിത്രം ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ബിഗ് ബോസാ. ഈ ഗെയിം ഷോയ്ക്ക് അകത്ത് കാണിക്കുന്ന നല്ല കാര്യങ്ങളായാലും കോപ്രായങ്ങളായാലും പേക്കൂത്തുകളായാലും, പിന്നെ അതിന്റെ അകത്ത് പോയിട്ട് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പുറത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വീണ്ടും അവിടെ പോയിരുന്ന് ന്യായീകരിക്കാനോ കള്ളം പറയാനോ ശ്രമിച്ചാൽ വീണ്ടും വലിച്ചു കീറി ഒട്ടിക്ക തന്നെ ചെയ്യും. വലിച്ചു കീറേണ്ട അടുത്ത് കീറിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. സത്യമായി തന്നെ പറയും. അത് നല്ലതായാലും ചീത്തയായാലും. ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്ത് പോകണം. അല്ലാതെ പലരെയും പോലെ അപ്പ കാണുന്നവൻ അപ്പാന്നും വിളിച്ചിട്ട് 2 വള്ളത്തിൽ കാലും ചവിട്ടി പോകുന്ന അവസ്ഥയൊന്നും എനിക്കില്ല. നേരെ പോരാ റൈറ്റ്. കാണുന്ന കാര്യം വെട്ടിപ്പായിട്ട് അങ്ങ് പറഞ്ഞു തരും. പിന്നെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പൊന്നടാവേ, എത്ര ആൾക്കാർ, എല്ലാവരും എൻ്റെ അടുത്ത് ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും കാണുന്ന കാര്യം, എനിക്ക് ശരിയെന്നും തെറ്റെന്നും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ അങ്ങ് എത്തിക്കും. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ. പലരും ഒക്കെ പോയിട്ട് പല ചരിത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതും നല്ലതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ല ആ വ്യക്തിക്ക്. അതുകൊണ്ട് ഇനി നല്ലതായിട്ടല്ല അതിൻ്റെ അകത്ത് പോകുന്നത്. വെറും നാറി ചീഞ്ഞഴിവിയാണ് അതിൻ്റെ അകത്ത് പോകുന്നത്. അതുകൊണ്ട് തിരിച്ചിനി ഇറങ്ങി വന്നാലും നഷ്ടമൊന്നും വരാനില്ല. നാറ്റക്കേസായിട്ട് പോയതിന് അതേ നാറ്റക്കേസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി അതിൻ്റെ അകത്തെങ്ങാണ്ട് വെച്ച് പോസിറ്റീവ് ആയാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലടെ. ചിലപ്പം മാനസാന്തരമൊക്കെ പെടും, പറയാൻ പറ്റത്തില്ലേ. എന്തായാലും ബാക്കിയാണ്. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. കുടുംബങ്ങൾ അടക്കമുള്ള ഒരു AVയും അവിടെ കാണിച്ചു എന്നറിയാൻ കഴിഞ്ഞു. സുധിച്ചേട്ടൻ ട്രാവലിംഗിനും മറ്റും ഉപയോഗിച്ച ഒരു ട്രോളി ബാഗുമായാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തുന്നത്. ഇവിടെയും സുധിച്ചേട്ടനെ വെച്ച് കച്ചവടം തന്നെ. അങ്ങേരെ ട്രാവലിംഗ് ബാഗും ട്രോളിയും ഒക്കെ ആയിട്ട് ഉരുട്ടിക്കൊണ്ട് പോകണമെന്ന്. ഇനി അതിന്റെ അകത്ത് കൊണ്ടൊരു പൂജാമുറി സെറ്റ് ചെയ്യും.
സുധിച്ചേട്ടന്റെ ഫോട്ടോ, സുധിച്ചേട്ടന്റെ സ്പ്രേ, സുധിച്ചേട്ടന്റെ തുണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡ് സെറ്റ്, എന്നിട്ട് ട്രോഫി മറ്റേ ചാക്കി കെട്ടിക്കൊണ്ട് അവിടത്തെ കട്ടിന്റെ അടിയിൽ, അവിടെ മറ്റേ ഡ്രോയർ ആയിരിക്കും കേട്ടോ, അതിന്റെ അകത്ത് കൊണ്ടിടുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് അവിടെ എല്ലാം നിരത്തും സുധിച്ചേട്ടന്റെ ഫോട്ടോ, സുധിച്ചേട്ടന്റെ ട്രോഫി. ഇതൊക്കെ ചെയ്യാതിരിക്കണം കേട്ടോ. ട്രോഫി നമ്മൾ കണ്ടതാ, കട്ടിന്റെ അടി കൊണ്ടിട്ടിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇനി അവിടെ പോയിട്ട് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് എടുത്തു വെച്ച് കെട്ടിപ്പിടിക്കും. എന്റെ സുധിച്ചേട്ടന്റെ ബാഗ്, എന്റെ സുധിച്ചേട്ടന്റെ മണം, എന്റെ സുധിച്ചേട്ടന്റെ പെർഫ്യൂം, വാവ് അമേസിങ് എന്നൊന്നും പറഞ്ഞ് അവിടെയും കയറി ഇരിക്കരുത് കേട്ടോ. ഉള്ള പരിപാടി ഒന്നും കാണിക്കില്ല. കഞ്ഞി പരിപാടി ഇവിടെ കാണിച്ച് കഞ്ഞികളായി മാറി. ഇനി അതിൻ്റെ അകത്തും പോയിട്ട് കഞ്ഞി പരിപാടിയുടെ പീക്ക് ലെവൽ കാണിക്കാതിരിക്കണം കേട്ടോ. കുറച്ചൊക്കെ ചിന്തിച്ചൊക്കെ പെരുമാറാൻ, ആരോട് പറയാൻ, ആരും കേൾക്കാൻ. രേവതി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന രേവതി. അതിൻ്റെ അകത്ത് അടി നടന്നെന്ന് എനിക്കത് വലിയ അതിശയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല, അതുപോലെ കുമ്പളം കുത്തിയ മത്തനും മുളയ്ക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്. വലിയ എനിക്ക് അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എവിടെ പോയാലും ഈ പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും. വന്ന് കയറി അങ്ങനെയൊന്നും ഇല്ല. രേവതി പറഞ്ഞ കേൾക്കാം. ലിസ്റ്റ് പറയാമേ ഒന്നും കൂടത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രേണു സുധി അവസാനമാണ് കയറിയിരിക്കുന്നത്. അത് അവിടെ കയറിയ പാട് അടി പൊട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടറിയാം കേട്ടല്ലേ, അത് സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഇനി അതിനെ കുറിച്ചിട്ട് വിശേഷിപ്പിക്കാനൊന്നും പോകുന്നില്ല. നന്ദി കാണിച്ചവരടുത്ത് നന്ദി കേട് കാണിച്ചതും നമ്മളെല്ലാം കണ്ടതാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ അകത്ത് പോയിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റി വീണ്ടും പറയുകയാണെങ്കിൽ എന്റെ പൊന്നു മോളെ രേണുസുധി, നീ ഇത് കാണില്ല. പക്ഷെ നിന്റെ വീട്ടുകാരെന്തായാലും എന്റെ ഈ വീഡിയോ കാണാനുള്ള ചാൻസ് ഉണ്ട്. മോള് ഞാൻ വല്ലതും പറഞ്ഞെന്നോ എന്റെ മക്കിട്ട് കയറാൻ വരരുത് കേട്ടോ. തങ്കം ചേട്ടനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി. തങ്കം ചേട്ടന്റെ ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട് കൊതിക്കുക. അതുപോലെ തന്നെ തങ്കം ചേട്ടൻ ഒരു ഇന്റർവ്യൂ കൂടെ വെറുതെ ഇരിക്കാതെ ആരെങ്കിലും ഒക്കെ എണീറ്റ് കുറ്റം പറ. വീടിന്റെ അടിയിൽ ബേസ്മെന്റ് ഇട്ടാനെ, മണ്ണ് വരാൻ വന്നവന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറ, കേക്കട്ട്. തങ്കം ചേട്ടൻ ഇല്ലാതെ എന്ത് ഐശ്വര്യം? ഈ വീടിന്റെ ഐശ്വര്യം ആരാ? തങ്കം ചേട്ടനും. തങ്കം ചേട്ടൻ ഇനി ആരാ? ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സ്റ്റാറിന്റെ അച്ഛൻ, രേഷ്മ പി തങ്കച്ചന്റെ അച്ഛൻ, തങ്കച്ചൻ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റിന്റെ അച്ഛനല്ലേ? ഇനി ആരാ? പബ്ലിക് ഫിഗർ, സെലിബ്രിറ്റിയുടെ അച്ഛൻ. ഓ മൈ ഗോഡ്, അമേസിങ്. ഇനി ബാക്കി നാളെ ഗ്രാൻഡ് ലോഞ്ച്, അല്ല ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് നാളത്തെ പ്രൊമോ കാണിക്കുമല്ലോ, അതിലാണ് കാണേണ്ടത്. ഓക്കെ, പ്രൊമോയില് കാണാം അടിയും വഴക്കും കുത്തും ചവിട്ടും ഒക്കെ. എന്തായാലും ആദ്യം തന്നെ രേണുസുധി അടിയുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം ഉണ്ടാവുന്നെന്ന് എനിക്കറിയത്തില്ല. അന്ന് പോട്ട് നോക്കാം, നമുക്ക് നോക്കാം എന്താണ് സംഭവം. ന്യായമാണോ അല്ല അന്യായമാണോ, സ്വന്തം ഭാഗത്ത് ന്യായമുണ്ടോ, എല്ലാം നോക്കാം. മിക്കവാറും കറിയും ചോറും ഒക്കെ എടുത്ത് തന്നെ ആയിരിക്കും അടി, പറയാൻ പറ്റത്തില്ല. നോക്കാം, വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി വേറൊരു വിഷയം സംസാരിക്കാനുണ്ട്. ആദില, നൂറ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവരും ബിഗ് ബോസിലുണ്ട്. അപ്പൊ അവര് ഈ രേണുസുധിക്കെതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ആദിലാണെന്ന് തോന്നുന്നു അവരുടെ പേര്. അവരാണ് നേരത്തെ രേണുസുധിക്കെതിരെ ഇവിടെ പുറത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലേഡി. നമുക്കൊന്ന് നോക്കാം. കരയത്തില്ല. ഇല്ലില്ല. നാളെ കാണാട്ടോ. ഓക്കേടാ നമ്മൾ വരാം. ഞാൻ 10 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത്. 11 മണിക്ക് അവിടെ ഇന്റർവ്യൂ. ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനാണ് രേണു കരഞ്ഞ് കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ. ഭർത്താവിൻ്റെ 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേര എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു. കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ലേ പറയുന്നത്. അതെ, സത്യം, ന്യായമായ കാര്യമാണ് ഇവിടെ അതിലെ പറയുന്നത്. കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് എല്ലായ്പ്പോഴും കഴിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട, പഴയ കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് കാണിച്ചു പോകണമെന്ന് വിചാരിച്ചു. ആദിലയും ഇവരെ വിമർശിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ആദിലയും രേണുവും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കാം, വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ. ദാറ്റ്സ് നോട്ട് ദ വേ പീപ്പിൾ ഷുഡ് ബി. അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ്? ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷയാണോ? എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്. ഇത് ഡ്രാമയോ? അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കില്ലക്ക. എനിക്കറിയുമ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ അല്ല ഇവിടെ ആരപ്പോൾ കെട്ടിയോൻ? സുധിയാണോ പ്രതീക്ഷയാണോ? ഇതിന്റെ കമന്റ് ബോക്സിൽ സത്യം പറഞ്ഞ അന്ന് ആദിലേക്ക് നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു. നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ, നിനക്കെന്ത് വോയിസാ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു.
അവരവരുടെ അഭിപ്രായം പറഞ്ഞു പോയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിന്റെ അകത്ത് ഇപ്പോ രേണുസുതി ഒരു ഫൈറ്റ് ഉണ്ടായെന്ന് പറയുന്നില്ലേ, എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ചിലപ്പോൾ ആദിലയുമായിട്ടാകാം മേ ബി ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുള്ളത്, നമുക്ക് അറിയത്തില്ല, നോക്കാം. ഇന്നത്തെ ലാസ്റ്റ് പ്രൊമോയിൽ നമുക്ക് അറിയാൻ പറ്റും. വേറൊരു കണ്ടന്റ് എനിക്ക് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുണ്ട്. ആ കണ്ടന്റിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ ഉളുപ്പില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതും കൂടി ഞാൻ ആ കണ്ടന്റിൽ കാണിച്ചു തരാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ചെയ്യുന്നതിലോ പറയുന്നതിലോ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് ന്യായമാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തിരുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ കാണണം.